സപ്ലൈകോ ഗോഡൌണിന് മുന്നിൽ ഭരണകക്ഷി എംഎൽഎയുടെ പ്രതിഷേധമുണ്ടാകുന്നു. ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫാണ് പ്രതിഷേധിക്കുന്നത്. റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് വരുന്നില്ല, പലതവണ പരാതിപ്പെട്ടിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ല, നടപടി ഉണ്ടാകുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് സപ്ലൈകോ ഗോഡൌണിൽ ഭരണകക്ഷി എംഎൽഎയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. MS ലിഷോയുണ്ട്. ലിഷോ, ഇത് സപ്ലൈകോയുടെ ഗോഡൌൺ ആണോ അതോ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഓഫീസാണോ? റേഷൻ കടകളിലേക്ക് ഇവിടെ നിന്നാണ് അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾ പോകുന്നത്. ആ സപ്ലൈകോയുടെ ഗോഡൌണിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. അതായത് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രധാനമായും ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റേഷൻ കടകളിലേക്കുള്ള ലോഡ് അത് കൃത്യമായി കരാറുകാരൻ എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും MLA ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ടും അതിലൊരു നടപടി ഉണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിയതെന്നാണ് MLA പറയുന്നത്. ശരിക്കും എന്തൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? സംഘടിതമായിട്ടുള്ളൊരു കൊള്ളയാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബിനാമി പേരിൽ ഒരു കരാറെടുത്ത് ഒരു കരാറുകാരൻ ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട റേഷൻ മറിച്ച് വിൽക്കുന്ന സംഘടിതമായ കൊള്ള, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണ ഈ വിഷയം പരാതിപ്പെട്ടതാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറഞ്ഞു. കഴിഞ്ഞ DDC മീറ്റിങ്ങിൽ അടക്കം പറഞ്ഞിട്ടും ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിലെ DDC മീറ്റിംഗിൽ ഞാൻ ഈ വിഷയം ഗൗരവമായി ഉന്നയിച്ചു. ഇവിടെ സപ്ലൈകോ ഈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ അരി വിതരണം ചെയ്യുമ്പോൾ 15-ാം തീയതിക്കുള്ളിൽ എല്ലാ റേഷൻ കടകളിലേക്കും അരി എത്തിക്കണം എന്നുള്ളതാണ് ആ കരാറിന്റെ ഉള്ളടക്കം. ആ ഉള്ളടക്കത്തിനനുസരിച്ച് ഒരിക്കലും 28-ാം തീയതി, 23-ാം തീയതി, 24-ാം തീയതി ഒക്കെയാണ് അരി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എപ്പോഴാണ് എത്തുന്നത്? എത്രത്തോളം വൈകുന്നുണ്ട്? 10 വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ അരി വിതരണം പൂർത്തിയാക്കണമെന്നാണ്. എന്നാൽ 2 വാഹനങ്ങൾ മാത്രമാണ് കരാറുകാർ ഇട്ടിട്ടുള്ളത്. അയാൾക്ക് ഇഷ്ടമുള്ള, അയാളുമായി അഴിമതി കൂട്ടു നിൽക്കുന്ന കടകളിലേക്ക് മാത്രം അരി വിതരണം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഓണടക്കമുള്ള ഉത്സവ സീസൺ വരാൻ പോവുകയാണ്. ആ സമയത്ത് പോലും ഇതേപോലെ ഗവൺമെന്റ് അപകീർത്തിപ്പെടുന്ന രീതിയിൽ ഇതിലിപ്പോ നിങ്ങളിപ്പം സർക്കാരില് പരാതിപ്പെട്ടിട്ടില്ല. അപ്പൊ MLA എന്നുള്ള നിലയ്ക്ക് സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന ആളാണല്ലോ, ഭരണകക്ഷി MLA കൂടിയല്ലേ? ഞാൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 5 വർഷക്കാലമായിട്ട് നടക്കുന്ന വലിയ അഴിമതിയാണ്. അവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. മില്ലിൽ നിന്ന് തന്നെ അരി മറിച്ചു വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോ സർക്കാരിന് തടയിടാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധയിൽ, സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ഈ കരാറുകാരൻ ഈ ഉത്സവ സീസണിൽ പോലും അരി റേഷൻ കടയിലേക്ക് എത്താത്തത്. ജനങ്ങൾക്ക് അരി കിട്ടാണ്ടിരിക്കുമ്പോൾ സർക്കാരിന് ഈ കരാറുകാരൻ വർഷങ്ങളായി 5-6 വർഷക്കാലമായി ബിനാമി പേരിലാണ് കരാറെടുത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് ഉദ്യോഗസ്ഥന്മാർ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ അയാൾക്ക് അനുകൂലമായ രീതിയിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മില്ലിൽ നിന്ന് തന്നെ അരി മറിച്ചു വിൽക്കുകയാണ്. ഞാൻ സർക്കാരിന് വേണ്ടിയിട്ടാണ്. ഈ സർക്കാർ UDF സർക്കാരിന് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് കരാറുകാരന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. സർക്കാരിന് ഒരു നടപടി എടുക്കാൻ കഴിയില്ലെന്നാണ്. നടപടി സ്വീകരിക്കണം. നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിവിൽ സപ്ലൈസ് മന്ത്രി കഴിഞ്ഞ മാസം തന്നെ കർശനമായ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ കരാറുകാരനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കിടുന്നതാണോ അപ്പൊ താങ്കളുടെ? തീർച്ചയായിട്ടും അവരിന്ന് പങ്കുപറ്റുന്ന ആളുകളാണ്. ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനിച്ചാൽ ഇക്കാര്യം നടക്കുമോ MLA? അല്ല, അതിന് മാറ്റം വരണം. ആ 5 വർഷം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തുടർന്നുകൊണ്ട് പോകാൻ അനുവദിക്കില്ല. അല്ല, അപ്പൊ കഴിഞ്ഞ 5 വർഷം ഇങ്ങനെ നടന്നു. ആ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് ആദ്യമേ സമരത്തിലേക്ക് ഇറങ്ങിയാണ്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന് തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയം ഗൗരവതരമായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് DDC മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന അഴിമതി അന്വേഷിക്കാൻ ജില്ലാ കളക്ടറോട് ഇവിടെ സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കർശനമായ നടപടി സ്വീകരിക്കും. ഇനിയിപ്പോ എത്രത്തോളം ഏത് രീതിക്ക് ഇവിടെ സമരം നടത്താനാണ് ഇപ്പൊ ഇതില് ഈ നടക്കുന്ന അഴിമതി പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന സമരമായി മുന്നോട്ട് പോകും. തീർച്ചയായും. അതായത് ഇപ്പോൾ ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ആ ഒരു നടപടി ഉണ്ടാകുന്നില്ല. സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവമതിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കരാറുകാരൻ തുടർച്ചയായി ഈ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് നിർത്തിവെപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് വൈകിപ്പിക്കുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള പരാതികളാണ് MLAക്കുള്ളത്.